നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പഞ്ചാബ്, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മണിപ്പൂർ, ഗോവ എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കേണ്ട അടവ് നയങ്ങളെ സംബന്ധിക്കുന്ന ചർച്ചകൾ അടിയന്തരമായി തുടങ്ങാൻ പോവുകയാണ്. ഏറ്റവും പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. സിറ്റിംഗ് MLA-മാർക്ക് വീണ്ടും ടിക്കറ്റ് കൊടുക്കണമോ എന്നുള്ളത് ജനപ്രിയരായ നേതാക്കൾ, നിരവധിയായ പ്രാദേശിക പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടായിരിക്കും ഈ 5 സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വിലയിരുത്തൽ നടത്തുന്നത്. ഒരു മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളുടെ വരെ പേര് അന്തിമ പട്ടികയിൽ ഉൾപ്പെടുത്തും. അതിൽ നിന്നായിരിക്കും ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥിയെ അവിടെ ഒരു വോട്ട് ബേസിസിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത്തരത്തിൽ ഒരു കൃത്യമായ ഒരു സ്ക്രീനിങ് നടത്തിയാൽ തീർച്ചയായും ജയസാധ്യത കൂടും എന്ന് മനസ്സിലാക്കുകയാണ്. ഇതിൽ ഉത്തർപ്രദേശിൽ മാത്രമാണ് സമാജ്വാദി പാർട്ടിയുമായി കോൺഗ്രസിന് സഖ്യമുള്ളത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത്. ഗോവയിൽ ഇക്കുറി മികച്ച രീതിയിൽ മുന്നേറ്റമുണ്ടാക്കി ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്ന പ്രതീക്ഷ നേതാക്കൾ പറയുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം, വലിയ നാടകീയ സംഭവങ്ങൾ ഗോവ നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്നു. അവിടെ പല പ്രശ്നങ്ങളും ദിഗംബർ കാമത്ത് അടക്കമുള്ള നേതാക്കൾ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിനെ അള്ളുവെച്ചത് എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഉത്തരാഖണ്ഡിലാണെങ്കിൽ അവിടെ ഹരീഷ് റാവത്തിൻ്റെ ജനസമ്മതി കുറഞ്ഞു വന്നു എന്നുള്ളത് കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തിരിച്ചടിയാണ്. അധികാരമോഹവും വലിയ തോതിലുള്ള ഈ ദുഷ്ടലാക്കും ഒക്കെയാണ് കോൺഗ്രസ് നേതൃത്വത്തെ പിന്നോട്ടടിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമായ ഒരു കാര്യമാണ്. ഏതായാലും പഞ്ചഗുസ്തി എന്ന രീതിയിൽ തന്നെ ഈ 5 സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീർച്ചയായും വരുന്ന പല തെരഞ്ഞെടുപ്പുകൾക്കുള്ള പ്രചോദനമായി മാറും. നമുക്കറിയാം, 2027 വിരൽ ചൂണ്ടി നിൽക്കുകയാണ്. തുടക്കത്തിൽ 5 നിയമസഭാ തെരഞ്ഞെടുപ്പും 2027 അവസാനത്തോടെ ഗുജറാത്തും ഹിമാചൽ പ്രദേശിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കും. ഇതിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് കോൺഗ്രസിന് നിലവിൽ ഭരണമുള്ളത്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ പേര് സുഖീന്ദർ സിംഗ് സുഖു എന്നാണ്. ഗുജറാത്തിൽ ഇക്കുറി തിരിച്ചുവരവിൻ്റെ സാധ്യതകളെ പറ്റി വിലയിരുത്തുകയാണ്. ഏറ്റവും കുറഞ്ഞത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ 7 സംസ്ഥാനങ്ങളിൽ നിന്നുമായി ഏറ്റവും ചുരുങ്ങിയ പക്ഷം 300 MLA-മാരെയെങ്കിലും നേടിയെടുക്കുക എന്നുള്ളതുമായി ബന്ധപ്പെട്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം രാജ്യസഭാ സീറ്റുകളുടെ ഒഴിവ് വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ പക്ഷം 18 മുതൽ 20 സീറ്റ് വരെ അധികം നേടിയെടുത്താൽ മാത്രമേ തന്ത്രപ്രധാനമായി NDA-യെ വലിയ തോതിൽ വിരട്ടുകയും അവരെ എതിർത്ത് അവർക്കെതിരെയുള്ള ദീർഘമായ നീക്കങ്ങൾ നടത്താൻ പറ്റുകയും ചെയ്യുകയുള്ളൂ. ഇപ്പോൾ തന്നെ BJP അമിതാത്മവിശ്വാസത്തിലാണ്. കാരണം കേവല ഭൂരിപക്ഷം അവർക്ക് ഒറ്റയ്ക്ക് ലഭിക്കുമോ, ലോക്സഭയിൽ ഇല്ലാത്ത ഒരു പ്രാധാന്യം, ലോക്സഭയിൽ പോലും ഇല്ലാത്തൊരു പ്രാധാന്യം രാജ്യസഭയിൽ കിട്ടുന്നതിൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജു ഉൾപ്പെടെ അമിതമായ എക്സൈറ്റ്മെന്റിലാണ്. അത് തീർത്തു കൊടുക്കണമെങ്കിൽ തീർച്ചയായും വലിയ അട്ടിമറി നടത്തിയാലേ മതിയാവുകയുള്ളൂ.